Hi friends, welcome to our channel Trade House. It's me Anjali. Afifa. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രേഡ് എക്സലിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ വീഡിയോ. ആ വീഡിയോക്ക് നല്ല റെസ്പോൺസ് കിട്ടിയിരുന്നു. കുറേ ആൾക്കാർ വിളിച്ചിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. എന്താണ് ട്രേഡിംഗ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അതായത് ഒരു വ്യക്തിയിൽ നിന്നൊരു വ്യക്തിയിലേക്കോ ഒരു സ്ഥാപനത്തിൽ നിന്ന് സ്ഥാപനത്തിലേക്കോ സാധനങ്ങൾ കൈമാറുന്നതിനെയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ ഒരു പാർട്ടാണ് ഈ ട്രേഡിംഗ്. അതായത് നമ്മളൊരു പച്ചക്കറി പീടികയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കും, അവർ പച്ചക്കറി തരും. ഒരു പൂക്കടയിൽ പോയിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കും, പൂ തരും. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഓൺലൈൻ യുഗത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നു, വിത്ത് സർവീസ് അടിക്കി നമുക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് സർവീസ് അതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ആവുന്നു. ഇതൊക്കെ ട്രേഡിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ഡിജിറ്റലാക്കി മാറ്റിയിട്ടുണ്ട്. അത് 3 ഭാഗമായിട്ട് ക്രിപ്റ്റോ, ഫോറക്സ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നിങ്ങനെയാണ് അത് തിരിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ പ്രൊജക്റ്റ് ട്രേഡ് എക്സിൽ കൂടുതലും ഫോറക്സിൽ ട്രേഡ് ചെയ്തിട്ടാണ് ലാഭം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് ഫോറക്സ്? എന്ന് ആ പേരിൽ തന്നെ ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച്. വേൾഡ് വൈഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ചേഞ്ച് ആണ് ഫോറക്സ്. അപ്പോൾ ശനി ഞായറും ഒഴികെയുള്ള എല്ലാ ദിവസവും നമുക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഫി, ഇനി നമുക്ക് ഇന്നത്തെ പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ട്രേഡ് എക്സലിന്റെ ബേസിക് കാര്യങ്ങളാണ് പഠിച്ചത്. പക്ഷേ ഇതിന്റെ അപ്ഡേഷനാണ് ഇനി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അഫി, എന്തൊക്കെയാണ് ഈ ട്രേഡ് എക്സിന്റെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ? ഏതൊരു സാധാരണക്കാരനും വെറും 1800 രൂപയ്ക്ക് തുടങ്ങാൻ പറ്റുന്ന പ്രൊജക്റ്റാണ് ഇതെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞു. അപ്പോൾ ഇതിന്റെ പുതിയ അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു വെബ്സൈറ്റ് അല്ല, ഒരു വാലറ്റ് ആണ്. അപ്പോൾ ഇത് 0 ഫീല് വാലറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അഫി, ഈ പ്രൊജക്റ്റിന്റെ ജെനുവിനിറ്റി എല്ലാവരും ചോദിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്നൊന്നും കൂടി പറഞ്ഞു തരും? അപ്പോൾ ഇതിൻ്റെ ഒരു ജെനുവിനിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റോഡ് മാപ്പും ലൈസൻസും ഒക്കെ നമ്മൾക്ക് ഇവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം ഗ്രൂപ്പിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ ട്രേഡിങ്ങിലൂടെ തന്നെയാണോ നമുക്ക് പ്രോഫിറ്റ് തരുന്നത്? അതെ, ട്രേഡ് ചെയ്തിട്ട് തന്നെയാണ് പ്രോഫിറ്റ് നൽകുന്നത്. ഫോറക്സിലും ഗോൾഡിലും ആണ് ഇവർ കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇവർ ട്രേഡ് ചെയ്യുന്നതിൻ്റെ വിത്ത് ഗ്രാഫ് അടിക്കാൻ നമുക്ക് അവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ട്രേഡിംഗ് മാത്രമല്ലാതെ ഈ കമ്പനിക്ക് വേറെ എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടോ? തീർച്ചയായും. USDT കുറഞ്ഞ രാജ്യത്ത് നിന്ന് വാങ്ങി കൂടിയ രാജ്യത്ത് സെൽ ചെയ്തും ഇവർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 1-3% വരെയാണ് പ്രോഫിറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ തന്നെയാണ് പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാവർക്കും ഒരുപോലെ അല്ല പ്രോഫിറ്റ് കിട്ടുന്നത്. ഇതൊരു 5 ലെവലാണ്. അപ്പം ഓരോ ലെവലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൽ പ്രോഫിറ്റ് ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ $100 ഇൻവെസ്റ്റ് ചെയ്ത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അഞ്ജലി, നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതായത് ഇപ്പം നമ്മൾ $100 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ $300 ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. അപ്പം അഫി പറഞ്ഞ പോലെ തന്നെ ഞാൻ 100 ഇൻവെസ്റ്റ് ചെയ്തിട്ട് 300 എനിക്ക് തിരിച്ചു കിട്ടി. പിന്നെ അതിൽ പിന്നെയും പ്രോഫിറ്റ് എനിക്ക് കിട്ടുമോ? ഇപ്പം അഞ്ജലി, നമ്മൾ 100 ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 300 പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ID ഡീആക്റ്റീവ് ആവും. പിന്നെ നമ്മൾ ഒന്നും കൂടി ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇത് 5 വർഷമായി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരിപ്പോൾ പുതിയതായി പ്ലാറ്റ്ഫോം തുടങ്ങിയ എന്തിനാ വെച്ചാൽ ഇവർക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യണം. അപ്പോൾ അഫി പറഞ്ഞ പോലെ തന്നെ ഈ പ്രൊജക്റ്റിനെ പറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. വെറും $20, അതായത് 1800 രൂപക്ക് തുടങ്ങാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണിത്. ഇപ്പം എല്ലാവരും അഡീഷണൽ ഇൻകം പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണ്. ഹൗസ് വൈഫ് ആയിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, മുതിർന്നവരൊക്കെ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ബൈ.